നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ ബി.ജെ.പി. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ അന്തിമ രൂപമാകും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ എന്നിവർക്ക് സാധ്യത. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ബി.ജെ.പി. അവരുടെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ ബി.ജെ.പി. നേതൃതലത്തിൽ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം.ജി. പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ബി ദിലീപ് കുമാർ, തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഉൾക്കൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി.ജെ.പി. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന കോർ കമ്മിറ്റി യോഗം വളരെ നിർണായകമാണ്. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം തയ്യാറാകും. ഈ ആഴ്ച തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്താനാണ് ബി.ജെ.പിയുടെ തീരുമാനം. നാളെ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ ഈ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇപ്പോൾ തന്നെ ഈ പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളുടെ സാധ്യതാ പട്ടിക, ആരൊക്കെ മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട മണ്ഡലമായ കഴക്കൂട്ടത്ത് വി മുരളീധരനായിരിക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എത്തുക. ഒപ്പം കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസിന്റെയും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെയും തിരുവനന്തപുരം സെൻട്രലിൽ ജി കൃഷ്ണകുമാറിന്റെയും പേരുകളാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. തിരുവല്ല അനൂപ് ആന്റണി, ചെങ്ങന്നൂർ കുമ്മനം രാജശേഖരൻ, കായംകുളം ശോഭ സുരേന്ദ്രൻ, പാല ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ അന്തിമ പട്ടികയിൽ ഉള്ളത്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തോ പാലക്കാടോ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പാറശാല വിഷ്ണുപുരം ചന്ദ്രശേഖരന് നൽകിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനം എടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ഉണ്ട്. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വോട്ട് വിഹിതം ഉയർത്താനായിട്ടുണ്ട്. വോട്ട് വിഹിതം ഉയർത്തിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രമുഖരായ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ഒപ്പം ഈ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിജയസാധ്യതയുള്ള പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രചരണം ശക്തമാക്കിക്കൊണ്ട് നിയമസഭയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടുക എന്നതാണ് പ്രധാനമായും ബി.ജെ.പി. ഇത്തവണ ലക്ഷ്യമിടുന്നത്. അതിനനുസരിച്ചുള്ള പ്രചരണമായിരിക്കും ബി.ജെ.പി. നടത്തുന്നത്. ഒപ്പം ഈ മാസം തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. വലിയ നിർണായകമായ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി നടത്തിയേക്കും. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.